FACT കാർഷിക ഈ പരിപാടിയുടെ സഹകരണം फर्टिलाइजर्स एंड केमिकल्स ट्रावनकोर लिमिटेड उद्योगमंडल एर्नाकुलम। लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना। हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी। और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है। 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं नुकसान हो जाता है। वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी। यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है। ये हमारी मां है, हमें उस मां को भी बचाना है। ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയ വാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു.
ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ: നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹവാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹവാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പയറുവിളകൾ കേരളത്തിലെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ മാംസ്യത്തിന്റെ പ്രധാന സ്രോതസ്സാണ് പയർവർഗ്ഗവിളകൾ. ആഹാരയോഗ്യമായ പയർമണികളിൽ ഏകദേശം 20 മുതൽ 25% വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. യൂണിറ്റ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ മൃഗങ്ങളുടെ മാംസം, മത്സ്യം എന്നിവയെ അപേക്ഷിച്ച് മാംസ്യത്തിന്റെ വില വളരെ കുറവാണ്. അതിനാൽ പാവപ്പെട്ടവരുടെ ആഹാരക്രമത്തിൽ പയർവർഗ്ഗ വിളകൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശ പ്രകാരം ഓരോ വ്യക്തിയും ആഹാരത്തിൽ പ്രതിദിനം 80 ഗ്രാം പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെ 3.34 കോടി ജനങ്ങൾക്ക് ആകെ 9 ലക്ഷം ടൺ പയർമണികൾ ആവശ്യമായി വരും. പക്ഷേ 2023-24 കേരളത്തിലെ പയർ ഉൽപാദനം 1589 ഹെക്ടറിൽ നിന്ന് കേവലം 1884 ടൺ മാത്രമായിരുന്നു. അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലെന്ന പോലെ നമ്മുടെ പയർ ആവശ്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പയറുൽപാദന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സ്ഥിതി മാറുന്നു. 1961-62 43,546 ഹെക്ടർ സ്ഥലത്ത് കൃഷിയുണ്ടായിരുന്നുവെങ്കിൽ 2023-24 കാലയളവിൽ കേവലം 1,589 ഹെക്ടറിൽ മാത്രമായി കൃഷി ചുരുങ്ങിപ്പോയി. ചെലവ് കുറഞ്ഞ മാംസ്യം നൽകുന്നു എന്നത് മാത്രമല്ല പയർ വർഗ്ഗങ്ങളുടെ മേന്മയായി പറയുന്നത്. മൃഗമാംസ്യവുമായി താരതമ്യം ചെയ്താൽ പയർ മാംസ്യത്തിന്റെ കാർബൺ പാദമുദ്ര വളരെ താഴെയാണെന്ന് കാണാം. പ്രധാന പയർവിളകൾ. പയർവിളകളുടെ യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള വിളവ് ഒരു പരിധിയിലപ്പുറം ഉയർത്താനാവില്ല എന്നത് ഒരു ന്യൂനതയായി പലരും ചൂണ്ടിക്കാട്ടാറുണ്ട്. നെല്ല് പോലുള്ള ധാന്യങ്ങളുടെ വിളവ് ഹെക്ടറിന് 5,000 മുതൽ 6,000 കിലോഗ്രാം സാധാരണയാവുമ്പോൾ
പയറിൻ്റേത് 1500 മുതൽ 2000 കിലോഗ്രാം മാത്രമാണ്. പക്ഷേ ധാന്യങ്ങളിൽ പ്രോട്ടീൻ അംശം കുറവും ധാന്യങ്ങളുടെ അളവ് കൂടുതലുമായിരിക്കും. പയറിൽ പക്ഷേ പ്രോട്ടീൻ കൂടുതലും ധാന്യങ്ങൾ കുറവുമായിരിക്കും. ഇങ്ങനെ പ്രോട്ടീൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ ധാരാളം ഊർജം ചെലവഴിക്കേണ്ടതായി വരുന്നതിനാലാണ് ആകെ വിളവ് കുറഞ്ഞു പോകുന്നത്. എന്നാൽ അതിനനുസരിച്ചുള്ള വില പയർവർഗ്ഗങ്ങൾക്ക് ലഭിക്കുന്നുമില്ല. ഭാരതത്തിൽ പയർ വിസ്തൃതിയുടെ 32%, ചെറുകടല 13%, തുവര 12%, ചെറുപയർ, പിന്നെ ഉഴുന്ന് എന്നിങ്ങനെയാണ് കൃഷി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പയർവർഗ്ഗങ്ങളെപ്പറ്റി നമുക്ക് പരിചയപ്പെടാം. ചെറുകടല, ഇംഗ്ലീഷിൽ ബംഗാൾ ഗ്രാം, ചിക്പി എന്ന പേരുകളിലും വടക്കേ ഇന്ത്യയിൽ ചന എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു റാബി വിളയായ ചെറുകടല കേരളത്തിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. തുവര, സാധാരണ പരിപ്പ് എന്ന് പറഞ്ഞാൽ തുവരപ്പരിപ്പിനെയാണ് അർത്ഥമാക്കുന്നത്. തുവരയുടെ കായ്കൾ പൊളിച്ചെടുത്തയുടൻ പച്ചക്കറിയായും ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ഉണക്കപ്പയറിനായുള്ള കൃഷിയിൽ ഏറ്റവും അധികം സ്ഥലത്ത് കൃഷിയുള്ളതും തുവരയാണ്. പാലക്കാട് ജില്ലയിലാണ് കൃഷി കൂടുതലുള്ളത്. ചെറുപയർ, ഒരു ഖാരിഫ് വിളയായ ചെറുപയർ കേരളത്തിലും ചെറിയ തോതിൽ കൃഷി ചെയ്യപ്പെടുന്നു. വൻപയർ, കേരളത്തിൽ പച്ചക്കറിയായാണ് ഉപയോഗം കൂടുതൽ. പ്രത്യേക അച്ചിങ്ങ പയറിനങ്ങൾ തന്നെയുണ്ട്. മണിപ്പയറിന് മാത്രം പറ്റിയവ കൃഷ്ണമണി, പൗർണമി, ഖിദ്ര, അമ്പ എന്നീ ഇനങ്ങളാണ് വൻപയർ. ഉണക്കപ്പയർ, പച്ചക്കറി, കാലിത്തീറ്റ എന്നീ ഉപയോഗങ്ങളുണ്ട്. കേരളത്തിൽ പച്ചക്കറിയാണ് ഉപയോഗം കൂടുതൽ. പ്രത്യേക അച്ചിങ്ങ പയറിനങ്ങൾ തന്നെയുണ്ട്. മുതിര, വളരെ വിശേഷപ്പെട്ട പോഷകമൂല്യം അധികമുള്ള പയറാണ് മുതിര. മാംസ്യം, അന്നജം എന്നിവ ധാരാളമുള്ള മുതിരയിൽ കൊഴുപ്പ് വളരെ കുറഞ്ഞ അളവിലാണുള്ളത്. ധാതുലവണങ്ങളും ജീവകങ്ങളും ധാരാളമുണ്ട്. അന്നജം സാവധാനം മാത്രം ദഹിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും ഉത്തമാഹാരം എന്നാണ് കരുതുന്നത്. മുതിരയുടെ തൊലിയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും കാണപ്പെടുന്നു. കാര്യമായ വളപ്രയോഗമൊന്നുമില്ലാതെ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് മുതിര. കേരളത്തിൽ മുതിര നടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ്. കേരളത്തിൽ കൃഷിയുള്ളതും ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളതുമായ വൻപയർ, ചെറുപയർ, തുവര, ഉഴുന്ന്, മുതിര എന്നീ പയർവിളകളുടെ കൃഷിയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കേണ്ടതുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. ഇതോടൊപ്പം കേരളത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളായ വയനാട്, ഇടുക്കി, നെല്ലിയാമ്പതി, പൊന്മുടി ഭാഗങ്ങളിൽ തണുപ്പ് കാലത്ത് ഫ്രഞ്ച് ബീൻസ്, ഗ്രീൻ പീസ്, ബട്ടർ ബീൻസ് എന്നിവയ്ക്കും പ്രാധാന്യം കൊടുക്കാം. പയർകൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നെൽകൃഷിയുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നത് കേരളത്തിലെ പയർകൃഷിയെയും ബാധിക്കുന്നുണ്ട്. 1960-70കളിൽ ഉണ്ടായിരുന്ന 5 ലക്ഷം ഹെക്ടർ നെൽപ്പാടങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 2 ലക്ഷം ഹെക്ടറായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. എന്നാൽ 2023-24 വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ 3 കാലങ്ങളിലും കൂടിയുള്ള ആകെ കൃഷി 1.79 ലക്ഷം ഹെക്ടർ മാത്രമായിരുന്നു. പള്ളിയാൽ, മോഡൻ എന്നൊക്കെ വിളിച്ചിരുന്ന കരപ്പാടങ്ങൾ മിക്കവാറും ഇല്ലാതായിരിക്കുകയാണ്. പയർകൃഷി ചെയ്യുന്നതിന് സ്ഥലം കണ്ടെത്തുക ശ്രമകരമാണ്. എങ്കിലും പയർകൃഷിക്ക് അനുയോജ്യമായ ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വീട്ടുവളപ്പുകൾ, പുരയിടാധിഷ്ഠിത കൃഷിയുടെ ഭാഗമായി പയറിനങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. വീട്ടുവളപ്പുകളിൽ വൻപയർ കുത്തിയിടുന്നത് പതിവാണ്. പച്ചക്കറിയായി മാത്രം ഉപയോഗിക്കുന്ന പയറുകൾ, പ്രത്യേകിച്ച് ചതുരപ്പയർ, കൊത്തമര, വാളരിപ്പയർ, കത്തിപ്പയർ, അമരപ്പയർ എന്നിവ വീട്ടുവളപ്പുകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. തെങ്ങിന്റെ പ്രായമനുസരിച്ച് ഇടവിളയായി അനുയോജ്യമായ പയർവർഗ്ഗങ്ങൾ തെങ്ങിൻ തോപ്പുകളിൽ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാം. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം 2ാം വിളയായോ 3ാം വിളയായോ വൻപയർ, ഉഴുന്ന്, ചെറുപയർ എന്നിവ തരിശു നെൽപ്പാടങ്ങളിൽ വിതയ്ക്കാം. അതുപോലെ തന്നെ വാഴ, മരിച്ചിനി എന്നിവയോടൊപ്പം ഇടവിളയായും കൃഷി ചെയ്യാം. പയർ പ്രോത്സാഹന പദ്ധതികളെ പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പയർ വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. 2007 ആരംഭിച്ച ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ. 2024-25 പയർവർഗ്ഗങ്ങൾ, പോഷകധാന്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് NFSMനെ ദേശീയ ഭക്ഷ്യസുരക്ഷാ പോഷകാഹാര മിഷൻ എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. 6 വർഷം കൊണ്ട് പയർവർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് മാത്രമായ ഒരു മിഷനും കേന്ദ്ര സർക്കാർ 2025 ഒക്ടോബറിൽ ആരംഭിച്ചിട്ടുണ്ട്. 2030-31 ആകുമ്പോഴേക്കും 31 ദശലക്ഷം ഹെക്ടറിൽ 35 ദശലക്ഷം ടൺ ഉൽപ്പാദനമാണ് ലക്ഷ്യം. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾ, മിനിമം സപ്പോർട്ട് വിലയിൽ തുവര, ഉഴുന്ന്, മസൂർ എന്നിവയുടെ സംവരണം, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ മാറ്റത്തിന് അനുയോജ്യമായ കൃഷി എന്നിവയാണ് പ്രധാന തന്ത്രങ്ങൾ. കേരളവും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൃഷി വകുപ്പും പയർവിള കൃഷി വികസനത്തിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. ചുരുങ്ങിയ ചെലവിൽ പോഷകങ്ങൾ ലഭിക്കുന്ന ആഹാര സാധനം എന്ന നിലയിലും മനുഷ്യാരോഗ്യത്തിന് പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിലും നിർണായക പങ്ക് വഹിക്കുന്നതിനാലും സർക്കാർ പദ്ധതികളും
ശാസ്ത്രീയ ഇടപെടലുകളും കർഷകരുടെ സജീവ പങ്കാളിത്തവും ഒരുമിച്ച് കൊണ്ടുപോയാൽ പയർ കൃഷി വീണ്ടും ശക്തിപ്പെടുത്താവുന്നതാണ്. വീട്ടുവളപ്പുകൾ, തരിശു നെൽപ്പാടങ്ങൾ എന്നിവയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൃഷി വിസ്തീർണവും ഉൽപാദനവും വർദ്ധിപ്പിച്ചുകൊണ്ട് പയർവർഗ്ഗങ്ങളെ നമ്മുടെ കൃഷിയുടെ ആഹാര സംസ്കാരത്തിൻ്റെയും അവിഭാജ്യ ഘടകമാക്കി തന്നെ നിലനിർത്തേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. എന്റെ വളം എന്റെ അവകാശം. സുഹൃത്തുക്കളെ, മൈ ഫെർട്ടിലൈസർ മൈ റൈറ്റ്, എന്റെ വളം എന്റെ അവകാശം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഭാരത സർക്കാരിന്റെ ഏറ്റവും വലിയൊരു ചുവടുവയ്പാണിത്. രാജ്യത്തെ കാർഷിക വികസനത്തിനായുള്ള വലിയ പദ്ധതികൾ കൃത്യമായി രൂപപ്പെടുത്താൻ സർക്കാരിന് ഈ വിവരങ്ങൾ സഹായിക്കും. നമ്മുടെ രാജ്യം ഡിജിറ്റലായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റേഷൻ കാർഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഡിജിറ്റൽ ആയതുപോലെ നമ്മുടെ കാർഷിക മേഖലയും മാറുകയാണ്. നാളെ ഒരു കൃഷിനാശം ഉണ്ടായാലോ അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ വരികയോ ചെയ്താൽ ഈ ആപ്പിലുള്ള നിങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ നോക്കി സർക്കാരിന് വേഗത്തിൽ സഹായങ്ങൾ നിങ്ങളിലേക്ക് ഡയറക്റ്റായി എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പുതിയ മാറ്റത്തെ കർഷകരായ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടം ഫോഴ്സ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടം ഫോഴ്സ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടം ഫോഴ്സ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും
വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കളത്തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വനിതകളിലൂടെ കാർഷിക മുന്നേറ്റവും കാർഷികോൽപാദന വർധനവും ലക്ഷ്യമിട്ട് സ്ത്രീ ശാക്തീകരണത്തിലൂടെ സുസ്ഥിര കാർഷിക വികസനം എന്നതാണ് ആത്യന്തികമായ ഉദ്ദേശ്യലക്ഷ്യം. ലോകത്തെവിടെയും കൃഷി പുരുഷ കേന്ദ്രീകൃതമാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിൽ പോലും ഈ വ്യത്യാസം പ്രകടമാണ്. കേരളത്തിലും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിലടക്കം പുരുഷന്മാരുടെ ജോലി സ്വസ്ഥം കൃഷി എന്നാണ് ചേർത്തിരുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്വസ്ഥം ഗൃഹഭരണം എന്നുമാണ് രേഖപ്പെടുത്തുക. എന്നാൽ കൃഷിയുടെ എല്ലാ തലങ്ങളിലും പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെയും പങ്കും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെ താരതമ്യേന ചെറിയ സംസ്ഥാനമായ കേരളം കാർഷികാഭിവൃദ്ധി ലക്ഷ്യമാക്കി സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കൃഷിവകുപ്പ് നടപ്പാക്കിയതും ഇപ്പോൾ നടപ്പാക്കുന്നതുമായ വനിതാ പങ്കാളിത്ത പദ്ധതികൾ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കാർഷികോത്പാദനത്തിൽ പ്രതീക്ഷാനുസൃതമായ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും കാർഷികാധിഷ്ഠിത സംരംഭങ്ങളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും മറ്റും ശ്രദ്ധേയമായ പുരോഗതി നേടാൻ കേരളത്തിനായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ലോകോത്തര മാതൃകയായ കുടുംബശ്രീ മിഷൻ കാർഷിക മേഖലയിലും വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. തരിശിട്ടിരിക്കുന്ന ഭൂമി പാട്ടത്തിനെടുത്ത് കുടുംബശ്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പുഷ്പകൃഷിയും വാഴകൃഷിയും മറ്റും വിപണനാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. കൃഷിയിലെ സ്ത്രീ പങ്കാളിത്തത്തിന്റെ അനുകരണീയമായ സാക്ഷ്യമാണിത്. വിമൺ ഇൻ അഗ്രികൾച്ചർ, ഞങ്ങളും കൃഷിയിലേക്ക്, കൃഷിക്കൂട്ടം, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയിട്ടുള്ള കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയേറെയാണ്. കൃഷി അനുവർത്തന മുറകളിൽ ഡ്രോൺ ഉപയോഗപ്പെടുത്തുന്നതിൽ പരിശീലനം നേടിയവർ, സ്വന്തം ഡ്രയറിൽ കൊപ്രയുണ്ടാക്കി സ്വന്തമായ ബ്രാൻഡിൽ വെളിച്ചെണ്ണയും ഉരുക്കു വെളിച്ചെണ്ണയും ഉത്പാദിച്ചു വിപണനം നടത്തുന്നവർ, കൂൺ കൃഷി നടത്തി കൂണിനും കൂൺ ഉൽപ്പന്നങ്ങൾക്കും വിപണി കണ്ടെത്തുന്നവർ, തേനീച്ച വളർത്തൽ ജീവനോപാധിയാക്കി തേനും മറ്റു ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നവർ തുടങ്ങിയ കേരളത്തിൽ കൃഷിയുടെ സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ കാർഷിക സംരംഭകത്വ വിജയഗാഥകൾ ഒട്ടനവധിയാണ്. മാത്രമല്ല, ഇതിലൂടെ കർഷകോത്പാദനം സാധ്യമാക്കുന്നു എന്ന പ്രത്യക്ഷ നേട്ടത്തിലുപരി സാമൂഹ്യ പുരോഗതിക്കും കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരുമയുടെ സന്തോഷം സന്നിവേശിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ നേതൃത്വ പാടവശേഷി ഉയർത്തുന്നതിനുമെല്ലാം കേരളം കൈക്കൊണ്ട സ്ത്രീപക്ഷ സമീപനമാണ് ഇപ്പോൾ ഇത് ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിലൂടെ ലോകമാകെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കാർഷിക കേരളം ഈ UN പ്രഖ്യാപനത്തെ സകുടുംബ കൃഷിയുടെ പ്രോത്സാഹനത്തിനും വ്യാപനത്തിനുമായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയേക്കാൾ കേരളീയ സാഹചര്യത്തിൽ കുടുംബ കൃഷിക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്. ആളോഹരി ഭൂവിസ്തൃതിയുടെ പരിമിതിയടക്കം നിരവധി കാര്യകാരണങ്ങൾ കുടുംബകൃഷിക്കാണ് കേരളത്തിൽ അനുഗുണം. വീട്ടാവശ്യത്തിനുള്ള കായ്കറികളും മറ്റും കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് വീട്ടുവളപ്പിൽ സ്വന്തം അധ്വാനത്തിലൂടെ വിളയിച്ചെടുക്കുന്നതിന് വീട്ടമ്മമാർ മുൻകൈയെടുത്ത് മണ്ണിലേക്ക് ഇറങ്ങിയാൽ വീട്ടിലെ കുട്ടികളടക്കം കുടുംബത്തിൽ എല്ലാവരും തീർച്ചയായും അമ്മമാർക്കൊപ്പം കൂടും. ഏതാണ്ട് 65 ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിൽ അധിവസിക്കുന്നു എന്നാണ് കണക്ക്. വീട്ടാവശ്യത്തിനുള്ള വിഷം തീണ്ടാത്ത പച്ചക്കറികളും പഴങ്ങളും വിളയിച്ചെടുക്കുന്ന മണ്ണിൽ തൊട്ട ഒരുമയുടെ നന്മയായി കുടുംബകൃഷി മാറും. നമ്മുടെ ഭക്ഷ്യോത്പാദനത്തിന്റെ ഏകദേശം 70% കുടുംബ കാർഷിക വ്യവസ്ഥയിൽ നിന്നാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കൃഷിക്കൂട്ടം, ഞങ്ങളും കൃഷിയിലേക്ക്, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതികളെ സ്ത്രീ പങ്കാളിത്ത കുടുംബകൃഷിക്കും സംഘകൃഷിക്കും അനുഗുണമാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. ഈ
പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്. ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാവുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം.
ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം അടുത്തയാഴ്ച വീണ്ടും ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷിക